Good afternoon, all of you, and welcome to the world of statistics. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ തിയറിയുടെ ഏകദേശം ലാസ്റ്റ് പാർട്ട് ആവാനായി ലാസ്റ്റ് കഴിയാനായി അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷനുമാണ്. അപ്പോൾ ഈ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമൊന്നും അല്ല. എന്നാലും സിലബസിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൽ കൂടെ ഒന്ന് പോവാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇപ്പൊ എക്സ് ഫോളോസ് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ലോഗ് എക്സ് എന്തായിരിക്കും ഫോളോ ചെയ്യുക? അപ്പോ ഈ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ലോഗ് നോർമൽ ആണെങ്കിൽ അതിൽ ലോഗ് എക്സുമായിട്ടും എക്സുമായിട്ടും ഒക്കെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണല്ലോ അതിന്റെ മീനിങ്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ അതിന് ഒരുപാട് സമയം കളഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം മതി. ഇത് കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതൽ തിയറട്ടിക്കൽ കമ്പോണൻസ് ഒന്നും അതിനകത്ത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക? അപ്പൊ അതിന് നമുക്ക് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെയും ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷന്റെയും കുറച്ച് തിയറട്ടിക്കൽ പാർട്സ് നോക്കാം. അപ്പൊ നമുക്കറിയാം ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഇനി ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത അതിന് പോസിറ്റീവ് സപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് വാല്യൂസ് ഒന്നും തന്നെ റാൻഡം വേരിയബിൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിന് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ ലോഗ് എക്സ് നോർമൽ ആയിരിക്കണം. ലോഗ് എക്സ് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ അതിന്റെ സപ്പോർട്ട് 0 to ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ആക്ച്വലി പറയാം. ഒന്ന്, എക്സ് ഫോളോസ് ലോഗ് നോർമൽ ആണെങ്കിൽ ലോഗ് എക്സ് ടു ദ ബേസ് ഇ ആണ് നമ്മൾ പറയാം. ലോഗ് എക്സ് ഫോളോ ചെയ്യുന്നത് നോർമൽ ആയിരിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിക്ക് പറയാം, എക്സ് ഫോളോ ചെയ്യുന്നത് നോർമൽ ആണെങ്കിൽ എക്സ് ഫോളോ ചെയ്യുന്നത് ലോഗ് നോർമൽ ആയിരിക്കും. എക്സ്പൊണൻഷ്യൽ ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് എടുക്കില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെയാണ് എക്സിന്റെ സപ്പോർട്ട് ലോഗ് നോർമലിന്റെ കേസിൽ എന്താണെന്ന് പറയുന്നത്, പോസിറ്റീവ് സപ്പോർട്ട് ആണെന്ന് പറയുന്നത്. അപ്പോ രണ്ട് റിലേഷൻഷിപ്പ് ആണുള്ളത്. ഇത് ഒരുപാട് തവണ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എക്സ് ലോഗ് നോർമൽ ആണെങ്കിൽ ലോഗ് എക്സ് നോർമൽ ആയിരിക്കും, എക്സ് നോർമൽ ആണെങ്കിൽ എക്സ് ലോഗ് നോർമൽ ആയിരിക്കും. ആ റിലേഷൻഷിപ്പ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി ഇതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് എന്താണ്? 1/σx √2π e raised to -1/2 sigma square log x minus mu the whole square. ബാക്കിയൊക്കെ സിമിലർ ആണ്. എന്താ ഒരു ഡിഫറൻസ് ഉള്ളത്? നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ 1/σ√2π ആയിരുന്നു. ഇവിടെ ആ ഡിനോമിനേറ്ററിൽ ഒരു എക്സും കൂടെ എക്സ്ട്രാ വന്നു. ഇനി എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ എന്നുള്ളിടത്ത് ലോഗ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് വന്നു. ആ ഒരു ഒറ്റ ഡിഫറൻസ് ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ ഉള്ളത്. പിന്നെ സപ്പോർട്ട് 0 to ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ ഡിസ്ട്രിബ്യൂഷൻസിനും ഡിസ്കസ് ചെയ്യുന്ന പോലെ മീൻ വേരിയൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. മീൻ എന്ന് പറയുന്നത് e⁻μ+σ²/2 ആയിരിക്കും. ആ μ+σ²/2 പവറിലാണ്. വേരിയൻസ് എന്ന് പറയുന്നത് e⁻²μ+σ² ഇൻറ്റു e⁻σ²-1 ആയിരിക്കും. ആ e⁻σ²-1 പവറിലല്ല. ഓക്കെ, then log normal distributionന്റെ ബാലൻസ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആൻഡ് ലെപ്റ്റോകോർട്ടിക് ആയിരിക്കും. എപ്പോഴും പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും ആൻഡ് ലെപ്റ്റോകോർട്ടിക് ആയിരിക്കും. then അഡിറ്റീവ് പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ആ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞ ഒരുവിധപ്പെട്ട എല്ലാ ഡിസ്ട്രിബ്യൂഷന്റെ വീഡിയോസിലും അഡിറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനി ഇതിനും കൂടി എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി പിന്നെ ചോദിക്കാൻ ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് പോസിബിലിറ്റി ഉള്ള ഒരു സാധനമാണ്, എക്സും വൈയും ലോഗ് നോർമൽ ആണെങ്കിൽ എക്സ് വൈയും എക്സ് ബൈ വൈയും എന്താണ്? എക്സും വൈയും ലോഗ് നോർമൽ ആണെങ്കിൽ എക്സ് ബൈ വൈയും എക്സ് വൈയും ലോഗ് നോർമൽ ആയിരിക്കും. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. പിന്നെ മാക്സിമം എല്ലാ ടെക്സ്റ്റുകളും റെഫർ ചെയ്തിട്ടാണ് ഇത്രയും പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ച്. എല്ലാ ടെക്സ്റ്റിലും ഒന്നും ഇത്രയും പ്രോപ്പർട്ടീസ് ഇല്ല. ജസ്റ്റ് മീനും വേരിയൻസ് ഒക്കെ പറയും, അങ്ങനെയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ക്യാരക്ടേഴ്സ്. ഇനി ഇതേപോലെ ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്?
ഈ ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷന് ചില ടെക്സ്റ്റുകളിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പറയുന്നുണ്ട്, പക്ഷേ അത് പലതും പലതായിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ CDF ഇൻട്രൊഡ്യൂസ് ചെയ്താണ് പറഞ്ഞു പോവുക. ഓക്കെ, സോ സ്മോൾ എഫ് ഓഫ് എക്സ് അല്ല, അവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്, സോറി ഫോർ ദാറ്റ്. ആൻഡ് CDF ഓഫ് ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഇസ് 1/1 പ്ലസ് e raised to x മൈനസ് ഓഫ് x മൈനസ് ആൽഫ ബൈ ബീറ്റ. അത് ഇത്രയും പവറിലാണ്. ആൽഫയും ബീറ്റയും പാരാമീറ്റേഴ്സ് ആണ്. ഇനി ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷന് നോർമലിനെ പോലെ തന്നെ ദ ഹോൾ റേഞ്ചിൽ സപ്പോർട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബീറ്റ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് ആൽഫ ആയിരിക്കും. വേരിയൻസ് എന്ന് പറയുന്നത് ബീറ്റ സ്ക്വയർ പൈ സ്ക്വയർ ബൈ 3 ആയിരിക്കും. ബീറ്റ സ്ക്വയർ പൈ സ്ക്വയർ ബൈ 3 ആയിരിക്കും. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ? നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് എങ്ങനെയായിരുന്നു? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. അതേപോലെ ഇവിടെ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ആൽഫ ബൈ ബീറ്റ ആയിരിക്കും. അപ്പൊ അവിടെ ആൽഫ 0 ആയിരിക്കും, ഐ മീൻ മീൻ 0 ആയിരിക്കും, ബിക്കോസ് നമ്മൾ ആൽഫ മൈനസ് ചെയ്യാണല്ലോ ചെയ്യുക. അപ്പൊ മീൻ 0 ആയിട്ട് മാറും സ്റ്റാൻഡേർഡ് ലോജിസ്റ്റിക് വേരിയേറ്റിന്റെ കേസിൽ. ഇതാണ് ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ. ഇതിന്റെ രണ്ടിന്റെയും ഇത്രയും പ്രോപ്പർട്ടീസ് ബൈഹാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഇതിന്റെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസിലായിട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ വേരിയബിൾ എക്സ് ഫോളോസ് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദെൻ വാട്ട് ഇസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഗ് എക്സ്? അത് ഇനി നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഒറ്റ വീഡിയോ പഠിച്ചാൽ തന്നെ ലോഗ് നോർമൽ ലോജിസ്റ്റിക് നമുക്ക് ബൈഹാർട്ടഡ് ആവണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓപ്ഷൻ ബി, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ ലോഗ് എക്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്യാത്ത ഒരാൾക്ക് ലോഗ് നോർമൽ തന്നെയാണെന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചിട്ട് മാത്രം ക്വസ്റ്റ്യൻസ് പഠിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ, അപ്പൊ എക്സ് ലോഗ് നോർമൽ ആണെങ്കിൽ ലോഗ് എക്സ് നോർമൽ ആയിരിക്കും. ഇനി ദ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഓൾസോ നോൺ ആസ്, ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ വേറൊരു പേരെന്താണ്? ഗാൽട്ടൺസ് ഡിസ്ട്രിബ്യൂഷൻ. ഗാൽട്ടൺസ് ഡിസ്ട്രിബ്യൂഷൻ. ഓപ്ഷൻ സി. നോർമലിന്റെ വേറൊരു പേരാണ് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ വേറൊരു പേരാണ് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ. അതൊന്ന് ഓർത്ത് വെച്ചോ. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ വേറൊരു പേരാണ് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ. ലോഗ് നോർമലിന്റെയോ ഗാൽട്ടൺസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നോർമൽ ഗോഷ്യൻ, ലോഗ് നോർമൽ ഗാൽട്ടൺസ്. അത് അങ്ങനെ ഓർത്തു വെക്കാലോ. Which of the following is an example of a variable that might follow a log normal distribution? Log normal distribution follow ചെയ്യുന്ന ഒരു വേരിയബിൾ ഏതാണ്? അതിനു മുന്നേ ഞാൻ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ ഫീൽഡിലാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു 4 പഠിച്ചു വെച്ചാൽ മതി. ഒന്ന്, സ്റ്റോക്ക് പ്രൈസസിലൊക്കെ സ്റ്റോക്ക് പ്രൈസുകളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന എന്തെങ്കിലും ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ അത് ആൻസർ ആയിട്ട് വരാം. സ്റ്റോക്ക് പ്രൈസസ്. 2, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. 3, റിയൽ എസ്റ്റേറ്റ് പ്രൈസസ്. 4, മോഡലിംഗ് റിസ്ക് ഓർ വോളറ്റൈലിറ്റി. അപ്പോൾ ഈ 4 ആപ്ലിക്കേഷൻസ് ആണ് ബേസിക്കലി എവിടെ വരുന്നത്? നമ്മുടെ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, ദ ഹൈറ്റ് ഓഫ് അഡൾട്ട് മെൻ. ഹൈറ്റും വെയിറ്റും ഒക്കെ കണ്ടിന്യൂസ് വേരിയബിൾ ആണ് ബേസിക്കലി, പക്ഷെ അത് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരില്ല. ഹൈറ്റും വെയിറ്റും ഒക്കെ ബേസിക്കലി കണ്ടിന്യൂസ് വേരിയബിൾസ് ആണ്, പക്ഷെ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരില്ല. ഓപ്ഷൻ ബി, ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എൻട്രിങ് എ സ്റ്റോർ പെർ അവർ. നമ്പേഴ്സ് വരുമ്പോൾ അത് എന്തായാലും ഡിസ്ക്രീറ്റിലേക്ക് മാറും. അപ്പൊ അത് എന്തായാലും വരില്ല, ബിക്കോസ് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അപ്പൊ ഓപ്ഷൻ ബിയും വരില്ല. പിന്നെ നമ്മൾ ഇപ്പൊ പഠിച്ച 4 എണ്ണത്തിൽ ഒരെണ്ണമാണ് അടുത്തത്, ദി ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ. അതൊരു ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരാം. ഇനി 4-മത്തെയും കൂടെ നമുക്കൊന്ന് നോക്കാം, ദ ടെമ്പറേച്ചർ ഓഫ് എ റൂം. അതും വരില്ല. അപ്പോ ഓപ്ഷൻ സി ആണ് ആൻസർ, ദ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ. ഓപ്ഷൻ സി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, what is the mean of a standard logistic distribution
where the location parameter is set as 0 and the scale parameter is set as 1. അതായത് സ്റ്റാൻഡേർഡ് ലോജിസ്റ്റിക്കിന്റെ മീൻ എന്താണ്? അത് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞതല്ലേ, 0. സ്റ്റാൻഡേർഡ് ലോജിസ്റ്റിക്കിന്റെ മീൻ എന്ന് പറയുന്നത് 0 ആണ്. സ്റ്റാൻഡേർഡ് ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷന്റെ മീൻ 0 ആണ്. ഓക്കെ, അപ്പോ മാക്സിമം ഇത്രയൊക്കെ വരുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് പഠിച്ചു വെക്കാം. ഇത് ഇത്രയും ഒന്ന് ബൈഹാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലോഗ് നോർമൽ ആൻഡ് ലോജിസ്റ്റിക് കിട്ടും. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻസിൽ 2 ഡിസ്ട്രിബ്യൂഷൻസും കൂടി പറയാനുള്ളൂ. അത് ഒരു വീഡിയോയും കൂടെ ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻസും നമ്മൾ അവസാനിപ്പിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിന്റെ ഒരു പഴയ വീഡിയോ, ഒരു 1 year ബാക്കിലുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. അപ്പോൾ വീണ്ടും സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് അതിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്, അതായത് നമ്മുടെ chi-square, എഫ് ആൻഡ് ടി ഡിസ്ട്രിബ്യൂഷൻസ്, ഈ 3 ഡിസ്ട്രിബ്യൂഷൻസ് എഗൈൻ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. അല്ലെങ്കിൽ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഇനി നമ്മൾ ചെയ്യില്ല, ഓൾറെഡി അതിന്റെ ഒരു വീഡിയോ കിടപ്പുണ്ട് നമ്മുടെ ചാനലിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാം. പിന്നെ പ്രോബബിലിറ്റിയുടെ സെഷൻസ് ചോദിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ, അത് നമുക്ക് ചെയ്യാം. പ്രോബബിലിറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഒരു വീഡിയോ കൊണ്ട് തീരും, ടെസ്റ്റിങ്ങും ഓൾമോസ്റ്റ് ഒരു 2-3 വീഡിയോസ് കൊണ്ട്, 2 വീഡിയോസ് ഒക്കെ കൊണ്ട് തീരും. ഓക്കെ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.